അവിടുത്തെ സദസ്സിലേക്ക് കയറി വന്നുകൊണ്ടൊരാൾ പറഞ്ഞു, ദൈവദൂതരെ, ഞാൻ എന്റെ 2-3 പെൺകുട്ടികളെ കുഴിച്ചു മൂടി കൊന്നവനാണ്. ഒടുക്കത്തെ കുട്ടിയെയും ഞാൻ കൊന്നു. അതോർക്കുമ്പോ എനിക്ക് എന്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വിശ്വാസിയാകുന്നതിനു മുമ്പ്, അങ്ങയുടെ സവിധത്തിൽ അണയുന്നതിനു മുമ്പ്, അങ്ങയുടെ വിളിക്കുത്തരം നൽകുന്നതിനു മുമ്പ്, അങ്ങ് ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്ന മഹത്തായ സന്ദേശം എന്റെ നെഞ്ചിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് ഞാൻ സംസ്കാരശൂന്യമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ എന്റെ 2-3 പെൺമക്കളെ കുഴിച്ചു മൂടി. ഒടുക്കത്തെ കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ അവളെ ആദ്യം ഞാൻ എന്റെ കൈകൊണ്ട് കുളിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂലേ. എന്നിട്ട് എന്റെ കുഞ്ഞിന് പലഹാരങ്ങൾ കൊടുത്തു. അവളെ നല്ല ഉടുപ്പിട്ടുകൊണ്ട് ഞാൻ പിന്നാലെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ തന്നെ കുഴി കുഴിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തൂമ്പ കൊണ്ട് കിളക്കുമ്പോ എന്റെ താടിയിലേക്ക് മൺതരികൾ വന്ന് വീണപ്പോ ഞാൻ കുഴിച്ചു മൂടാൻ പോകുന്ന എന്റെ പാവം പെൺകൊടി ബാപ്പാ എന്ന് പറഞ്ഞെന്റെ താടിയിൽ നിന്ന് മണൽത്തരികൾ തട്ടിത്തന്നതുപോലും ഞാൻ ഓർക്കുന്നു. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പരിശുദ്ധ റസൂലിന്റെ സദസ്സിൽ വന്നുകൊണ്ടാണ് ഈ സങ്കടം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പക്ഷേ ഞാൻ അവളെ ഭൂമിയിൽ വെച്ചേക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ കുഞ്ഞിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. പക്ഷെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയ, ഒരു പെൺകുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണോ? കൊല്ലാൻ സമയമായില്ലേ? ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയി എന്റെ കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ ഞാൻ കൊണ്ടുപോയി. കുഴിയിലേക്ക് അവളെ താഴ്ത്തുമ്പോ ബാപ്പാ ബാപ്പാ എന്ന് പറഞ്ഞെന്റെ കുഞ്ഞ് കരഞ്ഞപ്പോ അവൾ കരയാതിരിക്കാൻ അവളുടെ വായിലേക്ക് ഞാൻ മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അവളെ നിശബ്ദയാക്കി. അല്ലാഹുവിന്റെ റസൂലേ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, പുണ്യ റസൂല് ബോധം കെട്ട് തളർന്നു വീണു. അതാണ് മാനവികതയുടെ പ്രവാചകൻ. കേൾക്കാൻ പോലും കരുത്തില്ലാതെ, കാരുണ്യക്കടലേ മുഹമ്മദ് മുസ്തഫ, നീതിയുടെ മുഖവുരയേ മുഹമ്മദ് മുസ്തഫ, വിശ്വനന്മയുടെ ഏറ്റവും വലിയ തിരയോട്ടമേ മുഹമ്മദ് മുസ്തഫ, ആകാശ നന്മ പോലെ മുഹമ്മദ് മുസ്തഫ, ഭൂമിയുടെ വിശാലത പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.